ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫില്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഫില്ലി ടോക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ തന്നെ മാർക്കറ്റിന്റെ ജസ്റ്റ് ഇന്നത്തെ മൂവ്മെന്റ് എങ്ങനെയായിരുന്നു എന്നൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഞാൻ ഇന്നലെ മാർക്ക് ചെയ്തിരുന്നു, എങ്ങാനും ഒരു ബെയറിഷ് ക്യാൻഡിൽ, ഒരു മർബോസു അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടഡ് ഹാമർ ഒക്കെ ഫോം ചെയ്യുവാണെങ്കിൽ, അതും മാത്രമല്ല 22,800 ക്രോസ് ചെയ്താൽ 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുത്ത് ക്രോസ് ചെയ്താൽ മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അത് കൂടാതെ തന്നെ എടുത്ത് പറഞ്ഞിരുന്നത് മാർക്കറ്റിന്റെ ആവറേജ് മൂവ്മെന്റ് 100 to 200 പോയിന്റ്സ് ആണ് നിഫ്റ്റിയുടെ എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഏകദേശം 289 പോയിന്റ്സോളം ഡൗൺവേർഡ് മൂവ്മെന്റ് ചെയ്തു. പിന്നെ സൈഡ് വേസ് മൂവ്മെന്റ് ചെയ്ത് മാർക്കറ്റ് 22,493 വന്ന് ക്ലോസ് ചെയ്തിരിക്കണേന് ഗൈസ്. അത് മാത്രമല്ല, ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമുക്ക് ഫോം ചെയ്തിരിക്കുന്ന ഗ്യാപ് ഡൗൺ. അപ്പോൾ ഇതിനൊക്കെയുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പുറത്ത് നടക്കുന്ന വാർ തന്നെയാണ്, ഇസ്രായേൽ US വാർ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ, ഇപ്പോൾ ഇത് CNN വന്ന ന്യൂസ് ആണിത്. ഡേറ്റ് നോക്കിക്കണ്ടാൽ അറിയാം, March 23 വന്ന ന്യൂസ് ആണിത്. പറയുന്നത് ട്രംപ് 5 ദിവസത്തേക്ക് നമ്മുടെ സ്ട്രൈക്ക് നിർത്തലാക്കുമെന്നാണ്. അതായത് 5 ദിവസത്തേക്ക് ചില സ്ഥലങ്ങളിൽ ഇറാനിയൻ എനർജി സൈറ്റ്സിൽ ട്രംപ് അറ്റാക്ക് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് 5 ദിവസത്തേക്ക് നിർത്തലാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, പുതിയ ന്യൂസ് അനുസരിച്ച് നമുക്ക് കിട്ടുന്നത് US ഇറാനും തമ്മിൽ ഒരു നല്ല കോൺവെർസേഷൻ ആണ് നടന്നത്. ഇതിന്റെ ഭാഗികമായിട്ട് ഉള്ളത് നമ്മുടെ ഹോർമൂസ് തുറന്ന് നൽകണം എന്നുള്ളതാണ്. ഹോർമൂസ് വാട്ടർവേ തുറന്നു നൽകണം എന്നുള്ളതാണ്. അത് ഇറാൻ അടച്ചുപൂട്ടി വെക്കണമെങ്കിൽ ഇനിയും നമ്മുടെ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കും. അതേസമയം ഇറാൻ എന്തെങ്കിലും ഒരു നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ നമ്മുടെ യുദ്ധം അവസാനിക്കുകയും, അല്ലെങ്കിൽ യുദ്ധത്തിനൊരു അവസാനിച്ചില്ലെങ്കിലും ഇത്രയും സീരിയസ് ആയിട്ട് പോകാതെ മാർക്കറ്റുകൾ തിരിച്ചു വരികയും ചെയ്യും. അത് മാത്രമല്ല, നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ പ്രോബ്ലം, ക്രൂഡ് ഓയിലിൽ വരുന്ന പ്രൈസിന്റെ ഇൻക്രീസ്, ഇതിനൊക്കെ ഒരു കുറവുണ്ടാവും. പക്ഷെ ഇറാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഇന്ന് രാത്രിക്കുള്ളിൽ പറയാമെന്നാണ് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് ഇന്ന് രാത്രി ഇറാനിൽ നിന്ന് വരുന്ന ആൻസേഴ്സ്, അതായത് ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ ആൻസേഴ്സ് പോലെ ഇരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ നാളത്തെ മൂവ്മെന്റ്. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാം ഗൾഫിലും ഇതൊക്കെ ആയിട്ട് 1 കോടിയിൽ കൂടുതൽ കേരള ജനങ്ങളാണ്, മലയാളികളാണ് താമസിക്കുന്നത്. അവരെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു എടുത്തു പറയാനുള്ള കാര്യം മോദിയുടെ സംസാരമാണ്. ഇന്ന് മോദിയുടെ ടോക്ക് ഉണ്ടായിരുന്നു പാർലമെന്റിൽ. അപ്പോൾ പാർലമെന്റിൽ മോദി എന്ത് പൊസിഷൻ എടുക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ മോദി 2 സൈഡിലും പിടിച്ചില്ല. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ 3 കൺട്രീസും, US ഇറാനും ഇസ്രായേലും എല്ലാം ഇന്ത്യയുടെ ഫ്രണ്ട്ലി കൺട്രീസ് ആണ്. അതുകൊണ്ട് മോദി ഇന്നൊരു കൺട്രി ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നില്ല. അത് നല്ലൊരു കാര്യമാണ്. അതെന്താന്ന് വെച്ചാൽ, മോദി ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ, ഇറാന്റെ കൂടെ ആയിക്കോട്ടെ US കൂടെ ആയിക്കോട്ടെ, മോദി ഒരു സ്റ്റാൻഡ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ അത് ചിലപ്പോൾ മോശമായിട്ട് നമ്മുടെ മാർക്കറ്റിനെ എഫക്ട് ചെയ്താനെ. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. മോദി ഒരു ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഇന്ത്യ ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത്. അത് തന്നെ ഒരു നല്ല കാര്യമാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ വലിയ ക്രാഷ് സംഭവിക്കാതിരിക്കാൻ, അഫ്കോഴ്സ് ഞാൻ ക്രാഷ് ഉണ്ടാവണില്ല എന്ന് പറയുന്നില്ല, പതുക്കെയാണ് പോണത്. പക്ഷെ വലിയൊരു ഡൗൺഫോൾ മൂവ്മെന്റ് ഉണ്ടാകാതിരിക്കാൻ അത് സാധ്യതയായി. പക്ഷെ വേറൊരു കാര്യം ഉണ്ടായത്, ഇന്നത്തെ ഡിസ്കഷന് ശേഷം മാർക്കറ്റ്സ് റിയാക്ട് ചെയ്തത് ഓയിൽ പ്രൈസ് ഒക്കെ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഓയിൽ പ്രൈസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്തു. ഗ്ലോബൽ ഓയിൽ ബെഞ്ച് മാർക്ക് 7% ആണ് ഓളം താഴെ പോയത്. പെർ ബാരൽ $99 പെർ ബാരൽ ആയിട്ടുണ്ട്. പിന്നെ ബാക്കി ബാരലുകളുടെയൊക്കെ പ്രൈസ് നേരത്തെ കൂടിയ അനുസരിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ഓയിൽ പ്രൈസ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ വാറിനെ സംബന്ധിച്ച് ഗ്ലോബലി എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ആ എഫക്ട് ഗ്ലോബലി ആയതുകൊണ്ട് ഇന്ത്യയും വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് കൺട്രീസ് ആയതുകൊണ്ട് ഇന്ത്യയിൽ എഫക്ട് ആവുന്നുണ്ട്. കാര്യം ഹോർമൂസിലൂടെയാണ് 20% ഓഫ് ദി ഓയിൽ നമ്മുടെ ഇന്ത്യയിലേക്കാണെങ്കിലും വേറെ കൺട്രീസിലോട്ടാണെങ്കിലും ഉള്ള മെയിൻ പാസേജ് അതാണ്. അപ്പൊ ആ ഒരു വാട്ടർവേയുടെ ഓപ്പണിംഗ് അനുസരിച്ചിരിക്കും നമ്മുടെ ഇനിയുള്ള യുദ്ധത്തിന്റെ അപ്ഡേറ്റ്സും. അപ്പോൾ നമുക്ക് രാത്രി എന്ത് ഇറാന്റെ ഉത്തരം വരുമെന്ന് നമുക്ക് നോക്കാം. അതനുസരിച്ച് ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് മാർക്കറ്റ് അനാലിസിസിലോട്ട് കടക്കാം. അപ്പൊ നമ്മൾ അനാലിസിസ് ചെയ്യാൻ നേരത്തെ ഇനി അതും കൂടി കൺസിഡർ ചെയ്ത് വേണം അനാലിസിസ് ചെയ്യാനായിട്ട്. അപ്പൊ ടെക്നിക്കൽ അനാലിസിസിലോട്ട് കടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നിഫ്റ്റി -601.85 പോയിന്റ്സ് ഡൗൺ. ആവറേജ് മൂവ്മെന്റ് മൂവ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ ഗ്യാപ്പും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇത്രയും ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, W പാറ്റേൺ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല.
പക്ഷെ ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഗ്യാപ് ഡൗൺ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ വരച്ചു വിട്ടിരുന്നു. അപ്പോൾ അതാണ് ഈ ഗ്യാപ് ഡൗൺ സംഭവിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ പെർസെന്റേജ് വൈസ് നെഗറ്റീവ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 2.60% ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇന്ന് നടന്നിരിക്കുന്ന നിഫ്റ്റിയിൽ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള മാർക്കിങ്സും നമ്മുടെ ക്ലോസിങ്സും ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പം 340 പോയിന്റ്സ് ഗ്യാപ്പ് അല്ല ഇനിയിപ്പോ നമുക്ക് സൂക്ഷിച്ച് കാണേണ്ടത്, നമുക്ക് ഇനി ഉള്ള ഇന്ന് ഫോം ചെയ്ത ഗ്യാപ്പ് ആണ്. അപ്പൊ ആദ്യമേ തന്നെ ആ ഗ്യാപ്പ് ഞാൻ മാർക്ക് ചെയ്തോട്ടെ. അപ്പൊ ഇന്ന് ഗ്യാപ് ഡൗൺ ഫോം ചെയ്തേക്കുന്നത് ഏകദേശം മെഷർമെന്റ് എടുത്ത് പറയാം. ഇന്ന് ഗ്യാപ് ഡൗൺ ഫോം ചെയ്തേക്കുന്നത് ഏകദേശം 183 പോയിന്റ്സ്, 191 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 200 എന്ന് എടുക്കാം. 200 പോയിന്റ്സ് ഇല്ല, ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 190 പോയിന്റ്സ് എന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. 190 പോയിന്റ്സ് ഗ്യാപ്പ് ആണ് ഇന്ന് ഗ്യാപ് ഫോർമേഷൻ ഉണ്ടായത്. ആ 190 പോയിന്റ്സും കൂടി കൂട്ടിയാണ്, ഈ 200 പോയിന്റ്സും കൂടി കൂട്ടിയാണ് നമുക്ക് 601.85 പോയിന്റ്സ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. ഇതുകൂടെ നമ്മുടെ വീക്ക്ലി അനാലിസിസിൽ നമ്മുടെ വീക്ക്ലി പെർസെന്റേജ് മൂവ്മെന്റ് വന്നിരിക്കുന്നത് -2.61% ആണ്. മന്ത്ലി ഈ മൊത്തം മാസം നോക്കിക്കഴിഞ്ഞാൽ 11.39% ആണ് നമ്മുടെ നിഫ്റ്റി 50 ഡൗൺഫോൾ മൂവ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള ലെവൽസ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് ഇനി വരുന്ന ഇമ്പോർട്ടന്റ് ലെവൽ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ലെവലാണ്. അത് ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരാൻ പോകുന്നത് 22,800 എന്ന് വരുന്ന ലെവലാണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ 22,800 വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ് ഈ 22,800. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി ഈ ഒരു ഗ്യാപ്പ്, ഈ 190 പോയിന്റ്സ് നിന്നുണ്ടായ ഗ്യാപ്പ് ഫില്ലാകുള്ളൂ. എന്നാൽ മാത്രമേ പിന്നെ അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ 22,800 നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഇമ്പോർട്ടന്റ് ലെവലാണ്. അത് കഴിഞ്ഞ് വരുന്ന ഡൗൺ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് സപ്പോർട്ട് ലെവൽ എടുക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ലെവൽ 2200, അതായത് 22,200 എന്ന് വരുന്ന ലെവലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ. 22,200 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് 22,800 190 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്താൽ വരുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ലെവലാണ്. അത് വരാൻ പോകുന്നത് 23,200 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 23,200 കറക്റ്റ് എടുത്തോട്ടെ. 23,200 ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. കാര്യം മാർക്കറ്റിന്റെ ഡൗൺഫോൾസ് ആണ് ഇപ്പൊ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് അനുസരിച്ചാണ് മാർക്കറ്റ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. പക്ഷേ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്നത്തെ സൈഡ് വേസ് മൂവ്മെന്റ്. ആ കറക്റ്റ് റെസിസ്റ്റൻസ് ലെവൽ കണ്ട ഞാൻ വീക്ക്ലി അനാലിസിസ് വീഡിയോയിൽ ഓൾറെഡി മാർക്ക് ചെയ്തിരുന്ന റെസിസ്റ്റൻസ് ലെവലാണ് ഇത്. 22,500 അവിടെയാണ് ഇന്ന് മാർക്കറ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു മാർക്കറ്റ് എങ്ങാനും ഗ്യാപ് ഡൗൺ ഉണ്ടാകുകയാണെങ്കിൽ ദയവേത് ഈ ഡൗൺ മൂവ്മെന്റ് നോക്കണമെന്ന് ഞാൻ ഇന്നലെ എടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ഡൗൺഫോൾ മൂവ്മെന്റ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് നോക്കാനുള്ളത്. അപ്പോൾ നോക്കേണ്ട വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം 1 അവർ കാൻഡിൽ കൺഫർമേഷൻസ് ആണ്. പ്രത്യേകിച്ച് ഡൗൺവേർഡ് പോവുകയാണെങ്കിൽ 1 അവർ ബെയറിഷ് കാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. അഥവാ മാർക്കറ്റ് ബെയറിഷ് പോവുകയാണെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ്, ഈ ഇൻവേർട്ടഡ് ഹാമർ ഇതൊക്കെ ഫോം ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഇനി ഇവിടെ നിന്നും ഫോളോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതേസമയം ഇവിടെ ഒരു ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്താൽ 22,200 ആ ഒരു പോയിന്റ് 22,200 അവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ സപ്പോർട്ട് റെസ്പെക്ട് ചെയ്ത് ഒരു റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മാർക്കറ്റ് അനലൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ മാർക്ക് ചെയ്ത് വാറിന്റെ സമയത്തായിക്കോട്ടെ അല്ലാതെ ഏത് സമയത്തും ആയിക്കോട്ടെ, സ്റ്റോക്കിലായിക്കോട്ടെ ഇൻഡെക്സിലായിക്കോട്ടെ, ഈ ഇൻഡെപ്ത് ആയിട്ട് ബേസിക് മുതൽ പ്രോ ലെവൽ വരെ ഓപ്ഷൻ ട്രേഡിങ്ങും ഇക്വിറ്റിയും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നൊരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. കൂടാതെ റെക്കോർഡിംഗ്സ് വിത്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട്, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാത്ത കാര്യം ലെവൽസ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നോ ഇന്ന സ്ട്രൈക്ക് പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നോ പറയുന്നില്ല. നമ്മൾ പ്യുവർ എഡ്യൂക്കേഷൻ ആണ്. ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങളെ ആക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്വയം തന്നെ ലെവൽസും ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ഈ കോഴ്സ് തീരുന്നതോടെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിംവർക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസും ഓൾറെഡി ഉള്ള സ്ട്രാറ്റജീസ് ആയ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കോഴ്സിന്റെ അകത്ത്. ഇതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കൊടുക്കും. കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട്
patterns, Fibonacci, price action, candle anatomy, technical analysis, sentimental analysis, volume analysis, strategies, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, പിന്നെ ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, പിന്നെ ഇമോഷണൽ ട്രേഡിംഗ് കൺട്രോൾ അതെങ്ങനെ ചെയ്യണം. കാര്യം മിക്കവർക്കും ഓവർ ട്രേഡിംഗ് ചെയ്താണ് വലിയ ലോസസ് ഉണ്ടാകുന്നത്. മിനിമം ലോസിൽ എങ്ങനെ പുറത്തിറങ്ങാം, റൈറ്റ് ട്രേഡ് എങ്ങനെ എടുക്കാം. പിന്നെ ഒപ്പം നമ്മൾ ബോണസ് ആയ ടെക്നിക്കൽ അനാലിസിസ് എന്ന മോഡ്യൂള് 9999 ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 9999 ആണ് കോഴ്സിന്റെ മോഡ്യൂളിന്റെ കോസ്റ്റ്. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999 റുപ്പീസിന്റെ കോഴ്സും നമ്മൾ ഈ കോഴ്സിന്റെ ഒപ്പം ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി 9999, ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അതിന് 9999, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999. ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമ്മൾ നോക്കുവാണെങ്കിൽ 25997 ആണ് കോഴ്സ് പ്രൈസ് വരുന്നത്. അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് 4199 റുപ്പീസിന് ഉള്ളിലാണ് നമ്മൾ ചാർജ് ഒരു സ്റ്റുഡന്റിൽ നിന്ന് ഈടാക്കുന്നത്. പിന്നെ ഇനിയും ഇപ്പോ ബഡ്ജറ്റ് ഒക്കെ കഴിഞ്ഞ് കോഴ്സിന്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രൈസിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിളിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഓഫറിൽ തന്നെ കോഴ്സ് ഗ്രാബ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഓപ്ഷൻസ് ചെയ്യുന്നവരുടെ മെയിൻ ഒരു പ്രോബ്ലം ആണ് പലതവണ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്ത് വന്നിട്ട് ഒറ്റ ഒരു ട്രേഡ് കൊണ്ട് തന്നെ എല്ലാം നഷ്ടപ്പെടുക എന്നുള്ളത്. എന്റെ സ്റ്റുഡൻസും, എനിക്ക് 2000+ സ്റ്റുഡൻസ് ഉണ്ട്. ഈ സ്റ്റുഡൻസിന് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഓവർ ട്രേഡ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സുകൾ ഇതെല്ലാം നമ്മൾ കോഴ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ വാറിന്റെ സമയത്ത് എങ്ങനെ കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്ത് വിചാരിച്ച പോലെയുള്ള പ്രോഫിറ്റ്സ് നേടാമെന്ന് നമ്മൾ കോഴ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുവഴി വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ബാച്ചിൽ എൻറോൾമെന്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയും ഒരു ബെയറിഷ് മൂവ്മെന്റ് ഗ്യാപ് ഡൗണിന് ശേഷം നടന്നിട്ടുണ്ട്. നമ്മൾ വീക്ക്ലി അനാലിസിസ് ഈ പറഞ്ഞിരുന്ന 51,500 എന്ന ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. 53,000 സപ്പോർട്ട് 1 ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് സപ്പോർട്ട് വരെ പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അതുപോലെ തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലോസിങ്ങും ബാക്കിയുള്ളത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 51,446 ആണ്. ഇന്നത്തെ നമ്മുടെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 51,437.75, നെഗറ്റീവ് 1,989.30 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 3.72% ഡൗൺവേർഡ് മൂവ്മെന്റ്. ഇത് ഞാൻ പറയുമ്പോൾ എടുത്തു പറയും, ഈ ഗ്യാപ്പും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇവിടെ ഗ്യാപ്പിന്റെ മെഷർമെന്റ് ഞാൻ എടുക്കാം. ഗ്യാപ്പ് ഏകദേശം വന്നിരിക്കുന്നത് 636 പോയിന്റ്സ് തന്നെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, 636 പോയിന്റ്സ് ഗ്യാപ്പ്. ഞാനിത് ഗ്യാപ്പ് കറക്റ്റ് ആയിട്ട് 630 നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. 630 പോയിന്റ്സ് ആണ് ഗ്യാപ്പ് മുകളിലുള്ളത്. അപ്പോൾ ഈ ഗ്യാപ്പാണ് കൂടി കൂട്ടി നോക്കാൻ നേരത്ത്, ഇനി താഴത്തോട്ട് മെഷർ ചെയ്യാൻ നേരത്ത് നമ്മൾ കാണുന്നത് ഇനി ആക്ച്വൽ ഫോള് വീണത് 1,203 പോയിന്റ്സ് ആണ്. ബാങ്ക് നിഫ്റ്റിനെ അപേക്ഷിച്ച് നല്ലൊരു ഫോൾ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് തന്നെ 150 to 300 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് ബാങ്കിങ് സെക്ടറിൽ വലിയൊരു ഫോൾ ആണ് ഉണ്ടായേക്കുന്നത്. അതാണ് 3% ഫോൾ ആണ് ഉണ്ടായേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യണം. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നാളെ നിഫ്റ്റി 50യുടെ എക്സ്പയറി ആണ്. ഓക്കെ, നമ്മുടെ വീക്ക്ലി എക്സ്പയറി വരുന്നതാണ്. ക്ലോസിംഗും കൂടി ഞാൻ മാർക്ക് ചെയ്തേക്കാം. ഇന്ന് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തേക്കുന്നത് 22,492 എന്ന ലെവലിലാണ് ഇന്നത്തെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നാളെ നിഫ്റ്റി 50 എക്സ്പയറി ആയതും കൂടി കൊണ്ട് മാർക്കറ്റ് കുറച്ചും കൂടി വോളറ്റൈൽ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ ട്രേഡ് ചെയ്താൽ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തിരിച്ച് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുവാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് നമ്മുടെ വീക്ക്ലി എങ്ങനെ വന്നു എന്നാണ്. അപ്പോൾ വീക്ക്ലിയിൽ നോക്കിക്കഴിഞ്ഞാൽ -4.25% ആണ് പെർസെന്റേജ് വൈസ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. മന്ത്ലി ആവറേജ് നോക്കുവാണെങ്കിൽ 15.16% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ മൊത്തത്തില് ഫോൾ ആണ്. അഫ്കോഴ്സ് ഈ വാർ തീർന്നവരെ ഇങ്ങനെ ഒരു ഫോള് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നവരെ അറ്റ്ലീസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർവേ ഓപ്പൺ ചെയ്ത് ഹോംറൂസ് വാട്ടർവേ ഓപ്പൺ ചെയ്താൽ മാർക്കറ്റ് കുറച്ചും കൂടി സ്റ്റേബിൾ ആകും. പക്ഷെ അത് ഓപ്പൺ ആകാനുള്ള ഡിസിഷൻ ഇന്ന് രാത്രിയോടെ ആകുള്ളൂ. ഓക്കെ, അതനുസരിച്ച് മാർക്കറ്റ് നാളെ മൂവ് ചെയ്യും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോക്കാനുള്ള റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 52,000 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 52,000. ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അഫ്കോഴ്സ് ഇത് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇനി ആ 630 പോയിന്റ്സ് ഗ്യാപ്പ് ഫിൽ ആകുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പ് ഫില്ലാകാനുള്ള ക്രോസ് ചെയ്യാനുള്ള കൺഫർമേഷൻ ലെവലാണിത്. റെസിസ്റ്റൻസ് ലെവൽ 2 ആയിട്ട് വരും. ഇതെന്ന് പറയുന്നത് 53,400 എന്ന് പറയുന്ന ലെവലാണ്. 53,400
400. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യും. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ 52,000 ക്രോസ് ചെയ്യാതെ ഒരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് എന്ന് പറയുന്നത് ഇവിടെയും പിന്നെ ഇവിടെയുമാണ്. ഓക്കെ, ഇത് ആവറേജ് ലെവലും വോളിയം അനാലിസിസും ഒക്കെ വെച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇൻഡെപ്ത് ആയിട്ട് കോഴ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ 51,000 ആയിരിക്കും നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 50,500 ആയിരിക്കും. 50,500 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നോക്കാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വരാൻ നേരത്തെ ഈ സപ്പോർട്ട് ലെവൽ ആയിരിക്കും എപ്പോഴും നമ്മുടെ ശ്രദ്ധിച്ചു നോക്കേണ്ട ലെവൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. അപ്പൊ 1 അവർ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ ഇൻട്രാഡേയിൽ ചെയ്യുമ്പോൾ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു സെൽ ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പുട്ട് ഓപ്ഷൻ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഓപ്ഷൻ സെല്ലേഴ്സിനും വിചാരിച്ച പോലെയുള്ള ഓപ്ഷൻ സെൽ കോൾ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് വിചാരിച്ച പോലെയുള്ള ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് കിട്ടുകയും വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നോക്കാവുന്നത് 5500 ബ്രേക്ക് ഔട്ട് ആകാനും സെയിം തന്നെ നോക്കുക ക്യാൻഡിൽ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്നപ്പോൾ ഒരു നല്ലൊരു സെൽ ട്രെൻഡ് കിട്ടുകയും നമുക്ക് ആ സമയത്ത് വിചാരിച്ച പോലെയുള്ള പ്രോഫിറ്റ് നേടാനും പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ 52,000 ആണ് നമ്മൾ നോക്കേണ്ട ലെവല്. അത് 1 അവർ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്യണം. 1 അവർ ക്യാൻഡിലെ ബുള്ളിഷ് എൻഗൾഫിംഗ് ആകാം, അല്ലെങ്കിൽ മർബോസും ആകാം, അല്ലെങ്കിൽ നല്ലൊരു ഹാമർ ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ടുള്ള പുള്ളപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടുകൂടി നമുക്ക് ഇവിടെ നിന്ന് ഒരു അപ്പ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് ഒന്ന് മാർക്കറ്റ് ചെറിയ റീട്രേസ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഒറ്റയടിക്ക് ഈ 630 പോയിന്റ്സ് ക്ലോസ് ചെയ്യാൻ പോണില്ല. പതുക്കെ പതുക്കെ ഇത് ക്ലോസ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. അതേസമയം ഇവിടെ ഫോം ചെയ്യുന്നത് ഒരു ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ, ഓക്കെ, ഇവിടെ ഫോം ചെയ്യുന്നത് ഒരു ബെയറിഷ് ക്യാൻഡിൽ ആണ് ഫോം ചെയ്യണമെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടം വരെ പോയിട്ട് മാർക്കറ്റ് പുള്ളപ്പ് ചെയ്ത് ഇവിടം വരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു റിവേഴ്സൽ സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. ഈ ഒരു റിവേഴ്സല് കറക്റ്റ് ആ ഒരു ക്യാൻഡിൽ നോക്കി എടുക്കേണ്ടതാണ്. അപ്പൊ ഈ ക്യാൻഡിലൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നോക്കേണ്ടത്, ക്യാൻഡിലിന്റെ മൂവ്മെന്റ് നോക്കേണ്ടത്, പാറ്റേൺസ്, ഫിബൊനാച്ചി, ഇതെല്ലാം നമ്മൾ കോഴ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ പെർഫോമൻസ് നോക്കാം. അപ്പൊ നമുക്കറിയാം ഇന്ന് മാർക്കറ്റ് ബെയറിഷ് ആണ് പോയത്. അതുകൊണ്ട് തന്നെ ആകെപ്പാടെ ഒരു എടുത്തു പറയാനുള്ള 3 കമ്പനീസ് മാത്രമേ നല്ലോണം പെർഫോം ചെയ്തതുള്ളൂ. HCL ടെക്, പവർ ഗ്രിഡ്, ടെക്, ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് ഗെയിനേഴ്സ് വന്നേക്കണം. അതിനകത്ത് HCL ടെക് 1.75%. ടോപ്പ് ലൂസേഴ്സ് ബാക്കി എല്ലാം ലൂസേഴ്സ് ആണ്. അതിനകത്ത് ഏറ്റവും വലിയ ലൂസർ ആയിട്ട് വന്നത് ടൈറ്റൻ ആണ്. അതിന്റെ തൊട്ട് പുറകെ ശ്രീറാം ഫൈനാൻസ്, 10, ജിയോ ഫൈനാൻസ്, HDFC ലൈഫ്, അൾട്രാ സിമെന്റ് കോ, അദാനി ആൻഡ് ടാറ്റ സ്റ്റീൽ, ബെൽ, HDFC ബാങ്ക്, JSW സ്റ്റീൽ, ഇൻഡിഗോ, അദാനി പോർട്സ്, ഹിൻലാൽ കോ, ഡോക്ടർ റെഡി, M&M, SBI ലൈഫ്, ഏഷ്യൻ പെയിന്റ്, അപ്പോളോ ഹോസ്പിറ്റൽ, ഇച്ചർ മോട്ടോഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് ലൂസേഴ്സ് വന്നിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ഗെയിനേഴ്സ് പോലും ഇല്ല. എല്ലാം ലൂസേഴ്സ് ലിസ്റ്റിലാണ്. അതിനകത്ത് ഏറ്റവും വലിയ ലൂസർ വന്നത് PNB ബാങ്ക്, അതിന്റെ തൊട്ട് പുറകെ യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യെസ് ബാങ്ക്, കാനറ ബാങ്ക്, ഇൻഡസ് ബാങ്ക്, HDFC ബാങ്ക്, ഫെഡറൽ ബാങ്ക്, AU ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, പിന്നെ ആക്സിസ് ബാങ്ക്, SBI ആൻഡ് കൊഡാക് ബാങ്ക്, ICICI ബാങ്ക്. കൂട്ടത്തിൽ ICICI ബാങ്ക് ആണ് ഏറ്റവും കുറവ് പെർസെന്റേജിൽ ഡൗൺഫോൾ മൂവ്മെന്റ് വന്നത്. പിന്നെ നമ്മുടെ ഇൻഡെക്സസ് പെർഫോമൻസ് എടുത്ത് പറയേണ്ട കാര്യമില്ല. നിഫ്റ്റി 50 ഒഴിച്ച് ബാക്കി എല്ലാം 3% മുകളിലാണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത്. നിഫ്റ്റി 100 ആണെങ്കിൽ 2.81%. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2.81 എന്ന് പറയുമ്പോൾ ഏകദേശം 3% അടുത്ത് തന്നെ പറയാം. നിഫ്റ്റി അതാണ് നിഫ്റ്റി 50 ഒഴിച്ചെന്ന് പറഞ്ഞത്. ബാക്കി എല്ലാം 3% അല്ലെങ്കിൽ 3% അടുത്ത് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തു. എല്ലാ ഇൻഡെക്സസും സെക്ടോറിയൽ ഇൻഡെക്സസ് നോക്കണമെങ്കിൽ ഇത്തിരി ഭേദമായിട്ട് പെർഫോം ചെയ്തത് നിഫ്റ്റി IT ആണ്. നിഫ്റ്റി IT അല്ലെങ്കിൽ തന്നെ ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിലും കമ്പാരിറ്റീവ്ലി ബാക്കി ഇന്നത്തെ മൂവ്മെന്റ് അനുസരിച്ച് ഒരു ലെസ് ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. 2% മൂവ്മെന്റ് ഉണ്ടായത്, ബെയറിഷ് ആയിട്ട് മൂവ്മെന്റ് ഉണ്ടായത് നിഫ്റ്റി FMCG, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി MSIT ആൻഡ് ടെലികോം, നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ്, ഇതൊക്കെയാണ് 2%ന്റെ ഉള്ളിൽ ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്ത. ബാക്കി എല്ലാം 3%ന്റെ മുകളിലാണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ബാങ്ക് സർവീസസ് EX ബാങ്ക് 4.13% ഡൗൺവേർഡ് മൂവ്മെന്റ്, നിഫ്റ്റി ബെറ്റൽ 4.81% ഡൗൺഫോൾ മൂവ്മെന്റ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് 5.17% ഡൗൺവേർഡ് മൂവ്മെന്റ്, നിഫ്റ്റി മിഡ് സ്മോൾ ഫൈനാൻഷ്യൽ സർവീസസ് 4.63, നിഫ്റ്റി PSU ബാങ്ക്
4.11%, നിഫ്റ്റി റിയാലിറ്റി 4.74%. ഇത്രയുമാണ് എടുത്തു പറയാനുള്ളത്. ഇതിനകത്ത് ഏറ്റവും വലിയ ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത് കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ്. അപ്പോൾ ആ ഒരു സെക്ടറിൽ കൂടുതൽ സൂക്ഷിച്ചു വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിൻ നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്ന 24,500 ഓൾറെഡി ഗ്യാപ്പ് വെച്ച് തന്നെ കവറപ്പായി. പിന്നെ നമ്മൾ വരച്ചിട്ടിരുന്നത് 24,000 സപ്പോർട്ട് ടു മേജർ സപ്പോർട്ടാണ്. പക്ഷെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ വരച്ചിരുന്ന സപ്പോർട്ടിൽ കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് സൈഡ് വേസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതുകൊണ്ടാണ് എന്ത് ഗ്യാപ് ഡൗൺ ആയിക്കോട്ടെ, വോർ ആയിക്കോട്ടെ, ടെക്നിക്കൽ അനാലിസിസ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യൂ എന്ന് പറയുന്നത്. ആ പെർട്ടിക്കുലർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ലെവൽസ് വരക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 24,000 മേജർ സപ്പോർട്ട് ആണെന്ന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. അവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഹെവി വന്നാൽ മാത്രമേ ബ്രേക്ക് ഔട്ട് നടക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യൻ മാർക്കറ്റ് അത്ര വലിയ എഫക്റ്റഡ് അല്ല. അതുകൊണ്ടാണ് ആ ഒരു മേജർ സപ്പോർട്ടിൽ വന്ന് ആ സപ്പോർട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലോസിംഗ് മാർക്ക് ചെയ്യാം. അപ്പൊ ഫിൻ നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 23,946 ആണ്. ഇന്നത്തെ നമ്മുടെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 23,959.20, നെഗറ്റീവ് 821.95 പോയിന്റ്സ് ഡൗൺ, 3.32% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ ഇന്ന് ഫോം ചെയ്തിരിക്കുന്ന ഗ്യാപ്പ് ഒന്ന് ആദ്യമേ തന്നെ ഞാൻ മെഷർ ചെയ്തിടുകയാണ്. അപ്പൊ ഇന്ന് ഫോം ചെയ്തിരിക്കുന്ന ഒരു ഡൗൺവേർഡ് ഗ്യാപ്പ് ഫിൻ നിഫ്റ്റിയിൽ എല്ലായിടത്തും ഗ്യാപ്പ് ഉണ്ട്. അതിനകത്ത് ഫിൻ നിഫ്റ്റിയിലെ ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഏകദേശം 310 പോയിന്റ്സ് ആണ്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 300 പോയിന്റ്സ് ഇടാം. അപ്പൊ 300 പോയിന്റ്സ് ആണ് നമ്മുടെ ഗ്യാപ്പ് ഉള്ളത്. ആ ഗ്യാപ്പും കൂടി കൂട്ടിയാണ് നെഗറ്റീവ് 821 പോയിന്റ്സ് ഡൗൺ. ഫിൻ നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 200 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് നല്ല ബെയറിഷ് മൂവ്മെന്റ് ആണ് ഫിൻ നിഫ്റ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്കിങ് സെക്ടറിൽ നല്ലൊരു ബെയറിഷ് മൂവ്മെന്റ് ആണെന്ന് കാണിച്ചത്. ആ ഒരു റിഫ്ലക്ഷൻ ഫിൻ നിഫ്റ്റിയിലും കാണിച്ചു. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് അനാലിസിസ് ചെയ്യാനുള്ളത്. വീക്ക്ലി പെർഫോമൻസ് 4.60% ആയിട്ടുണ്ട്. മന്ത്ലി 14.47% ആയിട്ടുണ്ട്. ഇതൊക്കെ ആ ഫോളിന്റെ പെർസെന്റേജ് ആവറേജ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഇനി ലെവൽസ് നോക്കാം. അപ്പോൾ ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് നമ്മുടെ ഗ്യാപ്പിന്റെ ആവറേജ് മൂവ്മെന്റ് നോക്കാൻ നേരത്ത് ഗ്യാപ്പിന്റെ മുകളിലും താഴെയായിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. കാര്യം ഞാൻ പറഞ്ഞില്ലേ 150 to 200 പോയിന്റ്സ് ആണ് ആവറേജ് മൂവ്മെന്റ്. അപ്പോൾ ഇൻട്രാഡേയില് ഇവിടെ അതായത് 24,400 എന്ന ലെവൽ ക്രോസ് ചെയ്യുവാണെങ്കിൽ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ 24,400 എന്ന ലെവൽ ക്രോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ലെവൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് 24,400 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് എന്തായാലും ക്ലോസ് ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് നമ്മുടെ 24,700 എന്ന റെസിസ്റ്റൻസ് 2 ആണ്. ഞാൻ ഈ അപ്വേർഡ് മൂവ്മെന്റ് പറയാനുള്ള കാര്യം, വാറിന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് നാളത്തെ ഇറാനിന്റെ ടോക്ക് കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ ഈ പെട്ടെന്ന് മാർക്കറ്റ് പറ്റി പുള്ളപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ 300 പോയിന്റ്സ് ഗ്യാപ്പ് ഒക്കെ ഈസിലി ക്ലോസ് ആവും. അതുകൊണ്ടാണ് ഈ ലെവൽസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻസ് ഇവിടെ എടുക്കാം. മാർക്കറ്റ് മുകളിലോട്ട് പുള്ളപ്പ് ചെയ്താൽ 1 അവർ ബുളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കാം. ഇത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ മാർക്കറ്റിന് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. അതേസമയം മാർക്കറ്റ് വീണ്ടും ഈ ഒരു ബ്രേക്ക് ഔട്ട്, ഈ ഗ്യാപ്പ് അപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ബെയറിഷ് ക്യാൻഡിൽ അല്ല ഫോം ചെയ്യുന്നതെങ്കിൽ ഇനിയും പുള്ളപ്പ് പ്രതീക്ഷിക്കാം. പക്ഷെ അതേസമയം ഇവിടെ കൊണ്ട് ആ മാർക്കറ്റ് 300 പോയിന്റ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ബെയറിഷ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആയിട്ട് ഡൗൺഫോൾ മൂവ്മെന്റ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ സപ്പോർട്ട് ലെവൽ ഇവിടെ അതെന്ന് പറയുന്നത് 23,600 ആയിട്ട് വരും. ഇൻട്രാഡേ സപ്പോർട്ട് 1 ആണ്. 23 ഇൻട്രാഡേ സപ്പോർട്ട് 1. ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് ഡൗൺഫോൾ മൂവ്മെന്റ് ചെയ്യും. അഥവാ മാർക്കറ്റ് താഴ്ത്തോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ നോക്കേണ്ട ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ 1 അവർ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ബെയറിഷ് അൺഗൾഫിംഗ്, ഇൻവേർട്ടഡ് ഹാമർ, മർബോസു ബെയറിഷ് ക്യാൻഡിൽ, നല്ല ബോഡിയുള്ള ക്യാൻഡിൽ ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഇവിടെ നിന്നുള്ള റിവേഴ്സ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെയും സെൽ സൈഡിലോട്ട് മൂവ് ചെയ്യും. അതേസമയം ഇവിടെ ഈ ഒരു പോർഷനിൽ വന്ന് മാർക്കറ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായാൽ, നല്ലൊരു പ്രോപ്പർ ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഇവിടെ ഉണ്ടായാൽ മാർക്കറ്റ് ഈ ഒരു ഇന്ന് സംഭവിച്ച പോലെ ഈ ഒരു സപ്പോർട്ട് 1 റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വഴി നോക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ് എല്ലാം ഫിൻ നിഫ്റ്റിയിലും. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സ് നോക്കാം. അപ്പൊ സെൻസെക്സും നമ്മുടെ വാല്യൂസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, നമ്മൾ 73,000 സപ്പോർട്ട് 1 ആണ് പറഞ്ഞിരുന്നത്. ആ ഒരു ലെവലില് കണ്ടോ വീണ്ടും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് സൂം ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ കാണാൻ നേരത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ലെവല് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വരക്കണത് കറക്റ്റ് ആ പോയിന്റിൽ തന്നെ ക്ലോസ് ചെയ്യണമെന്നില്ല. നമുക്കൊരു ഞാൻ റൗണ്ട് അപ്പ് ആയിട്ടാണ് മാർക്ക് ചെയ്യണമെന്ന് എപ്പോഴും പറയാറുണ്ട്. ഒരു 20-30 പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വരും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 73,000 സപ്പോർട്ട് 1 റെസ്പെക്ട് ചെയ്ത് 72,619 വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ്.
സെൻസെക്സിന്റെ കേസിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് 500 to 1000 പോയിന്റ്സ് ആണ് ഡിഫറൻസ് വരുന്നതെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇന്നത്തെ ഗ്യാപ്പും കൂടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും കൂടി മാർക്ക് ചെയ്തിട്ട് അനാലിസിസിലോട്ട് കടക്കാം. അപ്പൊ ഇന്നത്തെ ടോട്ടൽ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മെഷർ ചെയ്ത് കാണിക്കാം. ടോട്ടൽ ഗ്യാപ്പ് വരുന്നത് ഏകദേശം 692 പോയിന്റ്സ് ആണ്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 700 പോയിന്റ്സ് എന്ന് എഴുതാം. 700 പോയിന്റ്സ് തന്നെ ഗ്യാപ് ഡൗൺ സംഭവിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നെ ഒരു ബെയറിഷ് മൂവ്മെന്റ് ഉണ്ടായത്. ബെയറിഷ് മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 984 പോയിന്റ്സ്. അത് സെൻസെക്സിനെ അപേക്ഷിച്ച് ബാക്കിയുള്ള നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഒക്കെ നോക്കാൻ നേരത്ത് സെൻസെക്സ് അത് നിഫ്റ്റി 50 ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് സെൻസെക്സ് കമ്പാരിറ്റീവ്ലി ബെറ്റർ മൂവ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആവറേജ് മൂവ്മെന്റ് ആയ 500 to 1000 പോയിന്റ്സ് ബെയറിഷേ മൂവ് ചെയ്തിട്ടുള്ളൂ. ഗ്യാപ്പ് കൺസിഡർ ചെയ്യാതെ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ്പും കൂടി വന്നപ്പോഴാണ് ശരിക്കും നമുക്ക് 1836 പോയിന്റ്സ് ഡൗൺ ആയത്. പക്ഷെ ഗ്യാപ്പും കൂടി കൺസിഡർ ചെയ്യാൻ നേരത്ത് നമുക്ക് സെൻസെക്സിന്റെ ഒരു ആവറേജ് മൂവ്മെന്റ് ആണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള. ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. അപ്പൊ ഇന്ന് മാർക്കറ്റ് സെൻസെക്സിൽ ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 72,619 ആണ്. ഇന്നത്തെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 72,696.39, നെഗറ്റീവ് 1836.57 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 2.46% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. ഇത് വെച്ച് നമ്മൾ നോക്കണമെങ്കിൽ വീക്ക്ലി പെർഫോമൻസ് നെഗറ്റീവ് 2.31% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി ടോട്ടൽ ഡൗൺഫോൾ മൂവ്മെന്റ് നോക്കിയാൽ 11.64% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള. അപ്പൊ അതിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്കിനി റെസിസ്റ്റൻസ് ലെവൽ നോക്കാനുള്ളത് ആവറേജ് മൂവ്മെന്റിൽ നിന്ന് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാര്യം സെൻസെക്സ് ഒക്കെ ഇപ്പോൾ മൂവ് ചെയ്യുന്നത് ഒരു മാസത്തിന്റെ മൂവ്മെന്റ്, ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ് ഒരു ദിവസം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവറേജ് മൂവ്മെന്റ് വീക്ക്ലി ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യാൻ നേരത്തെ ഈ ഒരു ആവറേജ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് 74,000. ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് വൺ. ഒരിടക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ആയിരുന്നു. പക്ഷെ ഇപ്പൊ മാർക്കറ്റ് അതിലും താഴെ വന്നുകൊണ്ട് നമ്മളിത് റെസിസ്റ്റൻസ് ലെവലായിട്ട് എടുക്കുള്ളൂ. നമുക്കറിയാലോ ടെക്നിക്കൽസ് തിയറി അനുസരിച്ച് മാർക്കറ്റ് ഒരു ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിലത്തെ പണ്ടത്തെ സപ്പോർട്ട് ലെവൽ റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ ഈ സപ്പോർട്ട് ലെവൽ ആയിരുന്നെങ്കിലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. അതായത് പണ്ടത്തെ സപ്പോർട്ട് ലെവലാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. ഡബ്ല്യു പാറ്റേൺ ഫോർമേഷൻ ആണിത്. പക്ഷെ ഇപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഇത് ഡബ്ല്യു പാറ്റേണിന്റെ ഫോർമേഷൻ ആയിട്ട് എടുക്കില്ല. മാർക്കറ്റ് മുകളിലോട്ട് പുള്ളപ്പ് ചെയ്യണം. പക്ഷെ ഇവിടെ 2 തവണ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു ഇമ്പോർട്ടന്റ് ലെവലാണ്. ഈ 74,000 റെസിസ്റ്റൻസ് വൺ ബ്രേക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് 72,000. ഇത് ഇൻട്രാഡേ സപ്പോർട്ട് വൺ ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഇത്രയും വലിയ ഡിഫറൻസ് എടുക്കുന്നതിന്റെ കാര്യം അത്രയും വലിയ മൂവ്മെന്റ് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഡിഫറൻസിൽ നമ്മൾ അനാലിസിസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ഇവിടെയും 1 അവർ കാൻഡിൽ കൺഫർമേഷൻസ് എടുക്കുക. 1 അവർ ബെയറിഷ് കാൻഡിൽ കൺഫർമേഷൻ, മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ്മെന്റ് പോവുകയാണെങ്കിൽ 1 അവർ ബെയറിഷ് കാൻഡിൽ 72,000 അവിടുന്ന് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ടാണ് പുള്ളപ്പ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു ബുള്ളിഷ് കാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. അങ്ങനെ മുകളിലോട്ട് പുള്ളപ്പ് ചെയ്യണമെങ്കിൽ ഈ 100 പോയിന്റ്സ് ക്ലോസ് ചെയ്യുകയും പിന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് മൂവ് എടുക്കുകയും ചെയ്യുക. അതേസമയം ഇവിടെ എത്തിയിട്ട്, അതായത് ഇവിടെ താഴെ എത്തിയിട്ട് ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഇനിയും ഇവിടെ നിന്ന് പുൾ ഡൗൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻസ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാന്റെ ആൻസർ പോലെ ഇരിക്കും. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് ഇറാന്റെ ഉത്തരം എന്നുള്ളത്. ഹോംറൂസ് വാട്ടർ വേ തുറന്നു വിടുവോ അല്ലെങ്കിൽ ഇനിയും അവർ അടച്ചുപൂട്ടി വെക്കുമോ എന്ന് നമുക്കറിയില്ല. അതനുസരിച്ച് വേണം നമ്മൾ അനാലിസിസും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സമയത്തും മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് വിചാരിച്ച പോലെയുള്ള പ്രോഫിറ്റും നിങ്ങൾക്ക് വിചാരിച്ച പോലെയുള്ള മാർക്കറ്റ് മൂവ്മെന്റ്സും ഒക്കെ അനലൈസ് ചെയ്ത് പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററിയിൽ നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഫോൺ നമ്പർ, ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. അതുവഴി വാട്സാപ്പ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് 4199 എന്ന തുടക്കത്തിലുള്ള ഓഫർ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് എന്നെ പോലെ ലൈഫ് ടൈം ആക്സസോടുകൂടി ലൈഫ് ടൈം വാട്സാപ്പ് സപ്പോർട്ടോടുകൂടി ഹെൽപ്പോടെ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സിന്റെ ഇൻട്രാഡേ അനാലിസിസ് വീഡിയോ. നാളെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, നാളത്തെ അനാലിസിസ് ആയിട്ട്. അതുവരേക്കും താങ്ക് യു, ബൈ, ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗുഡ് നൈറ്റ്. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു
സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. വേറെ സ്റ്റോക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നാളത്തെ അനാലിസിസ്ക്ക് അതുവരേക്കും താങ്ക് യു ബൈ. ഹാവ് എ നൈസ് ഡേ. ഹാവ് എ ഗുഡ് നൈറ്റ്.